നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭിന്നസംഖ്യകളാണ് പഠിച്ചത് അല്ലേ? ഭിന്നസംഖ്യകളിലോ സാധാരണ ഭിന്നം, വിഷമ ഭിന്നം, മിശ്ര ഭിന്നം ഇവയെല്ലാം പഠിച്ചു. ഇന്ന് നമുക്ക് ആ ഭിന്നസംഖ്യകളുടെ സങ്കലനമാണ് പഠിക്കേണ്ടത്. നമുക്ക് നോക്കിയാലോ. ഇതുണ്ടോ, 1/10 പ്ലസ് 3/10 എന്ന് വെച്ചാൽ 10 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ ഇതുണ്ടോ, ഈ ഛേദങ്ങൾ രണ്ടും 10 അല്ലേ? ഇതുണ്ട് 10 തുല്യമാണ്. അതുപോലെ കെ രണ്ടും തുല്യം അല്ലേ? കെ ആണ്. മുകളിലത്തെ എം എന്നും വ്യത്യസ്തമാണ്. എന്ത് ചെയ്യണം? ഈ കെ ഒരു പ്രാവശ്യം എഴുതിയിട്ട് ഈ എം എന്നും കൂടെ കൂട്ടിയാൽ മതി എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുപോലെയല്ലേ ഇത് നോക്കിയേ, മുകളിലത്തെ അംശം തുല്യം, ഛേദം അംശം വ്യത്യസ്തം, ഛേദം തുല്യം. നോക്കിയേ, 10 ഇത് വ്യത്യാസമാണ്. അപ്പൊ എന്ത് ചെയ്യണം? 10 ഒരു പ്രാവശ്യം എഴുതണം. ഇതുണ്ടോ, കെ ഒരു പ്രാവശ്യം എഴുതിയിട്ടില്ല, എം എന്നും കൂടെ കൂട്ടുക എന്ന് വെച്ചാൽ 3 ഒന്നും കൂടെ കൂട്ടുക. 3 പ്ലസ് 1 സമം 4 എഴുതുന്നു. 10 4. ഇത് ഉത്തരം എളുപ്പമല്ലേ? ഛേദം തുല്യമാണ്, അംശം വ്യത്യസ്തമാണ്. അംശം തമ്മിൽ കൂട്ടി എഴുതുക, ഛേദം അതേപടി ഒരു പ്രാവശ്യം എഴുതുക. ഇത് 10 10 20 എഴുതല്ലെന്ന് മാത്രമേ ഉള്ളൂ, ഓർക്കാൻ. ഇത് നോക്കിക്കേ, ഛേദം 18 18 18 18 തുല്യമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം 18 എഴുതുക അല്ലേ? ഒരു പ്രാവശ്യം 18 എഴുതുന്നു. പിന്നെയോ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ പോരെ? ഇവിടെ 3 ഒന്നും കൂട്ടിയ പോലെ ഇവിടെ 5 3 7 2 കൂടെ കൂട്ടുക. ഏതാണ് 5 3 8 8 7 15 15 2 17. ഇങ്ങനെ എഴുതിയാൽ പോരെ? ഛേദം ഒരു പ്രാവശ്യം എഴുതുക, അംശം തമ്മിൽ കൂട്ടി എഴുതുക. അല്ലാണ്ട് ഛേദം എല്ലാം കൂടെ കൂട്ടരുത്. 18 18 18 18 എല്ലാം കൂടെ കൂട്ടരുത്, ഒരു പ്രാവശ്യം എഴുതാവുന്നത് ഓർത്താൽ ഇത് എളുപ്പമാണ് ഈ ഛേദം തുല്യമുള്ളത് കൂട്ടുന്നതിന് അല്ലേ? ഇനി നമുക്ക് നോക്കാം. ഇത് നോക്കിയേ, 5 3 ഇൻറ്റു 3 5. ഈ 5 എന്നുള്ള ഛേദം ഇവിടെ 5, ഇവിടെ പക്ഷെ 5 അല്ല 3 ആണ്. ഇവിടെ അംശം തുല്യമാണോ? അല്ല, 3 ആണ്, ഇവിടെ 5 ആണ്. ഇങ്ങനെ ഛേദം തുല്യമല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? കേട്ടോ, ക്യു എസ് ഇവിടെ രണ്ടും കെ ആയിരുന്നു, ഇവിടെ ക്യു എസ് ആണ്, ഇവിടെ പി യു ആറും ആണ്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് കാണിച്ചു തരാം. അത് പി ആർ ബൈ പി ബൈ ക്യൂ പ്ലസ് ആർ ബൈ എസ് എന്ന് പറഞ്ഞാൽ പി എസ് പ്ലസ് ആർ ക്യൂ, പി എസും കൂടെ ഇൻറ്റു ചെയ്ത് എഴുതുന്നു, ആറും ക്യൂവും കൂടെ ഇൻറ്റു ചെയ്ത് എഴുതുന്നു, എൻ്റെ രണ്ടും കൂട്ടുന്നു, ബൈ ക്യു എസ് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുന്നു പിന്നാടിയിൽ. അത് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ എങ്ങനെ എഴുതും? ഇങ്ങനെ ഇങ്ങനെ ഇൻറ്റു ചെയ്യണം. 3 ഇതുണ്ടോ, 3 ഇൻറ്റു 3, ഈ 3 കൂടെ ഇൻറ്റു ചെയ്തു, പ്ലസ് ഇടണം അല്ലേ? ഇതുണ്ടോ, ഇത് പ്ലസ്. ഇനി ആർ ക്യൂ എന്ന് വെച്ചാൽ 5 കൂടെ ഇൻറ്റു ചെയ്യണം. 5 ഇൻറ്റു 5 എഴുതിയില്ലേ? അത് എഴുതി. അടിയിലോ ഇതുണ്ടോ, ക്യൂ എസ് എന്ന്, ഈ അടി കിടക്കുന്ന രണ്ടും കൂടെ ഗുണിക്കുക. ഇവിടെ ഏതൊക്കെയാണ് അടി കിടക്കുന്നത്? 5 3. 5 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 3 ഗുണം 3 എത്രയാണ്? 9 പ്ലസ് 5 ഗുണം 5 എത്രയാണ്? 25. അത് മുകളിലത്തെ കിട്ടി. അടിയിലോ i 3 15 ഈസ് ഈക്വൽ ടു, അപ്പോൾ 25 9 എത്രയാണ്? 34/15. മനസ്സിലായില്ലേ? ഇത് എഴുതിയാൽ മതി. അപ്പോൾ എങ്ങനെയാണ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയും. 3 കൂടെ ഇൻറ്റു ചെയ്ത് 9, 5 കൂടെ 25 എഴുതിയ, രണ്ടും കൂടെ കൂട്ടുക 34. പിന്നെ അടിയിലത്തെ i 3 5 3 കൂടെ ഗുണിക്കുകയും ചെയ്യുക 15. ആൻസർ ചെയ്താൽ മതി. ഇതാണ് ഛേദം വ്യത്യസ്തമാണെങ്കിൽ. ഇവിടെ ഛേദം തുല്യമുള്ളത് അല്ലേ? ഇവിടെ 5 3 ഇങ്ങനെ വ്യത്യസ്ത ഛേദമാണെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി. ഇനി ഇതൊന്ന് മായ്ക്കുവാണ് ചെയ്യാൻ. ഇനി നമുക്കിത് ചെയ്യാം. ഇതുണ്ട്, 2 പ്ലസ് 4 ഇതിൽ ഛേദം വ്യത്യസ്തമല്ലേ? 2 ഇവിടെ 4. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ആദ്യം ഇൻറ്റു ചെയ്യുക അല്ലേ? 2 ഇൻറ്റു 1, ഈ 2 1 കൂടെ ഇൻറ്റു ചെയ്തു, പ്ലസ് ഇട്ടു. പിന്നെയോ ഈ 4 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു 1 ബൈ, പിന്നെയോ ഈ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കണം. 4 ഇൻറ്റു 2 ഇൻറ്റു 2. അപ്പോൾ എത്ര വരും? 2 ഇൻറ്റു 1 എത്രയാണ്? 2 പ്ലസ് 4 ഇൻറ്റു 1 എത്രയാണ്? 4 ബൈ 4 2 8 ഈസ് ഈക്വൽ ടു 4 2 6 6 ബൈ 8 എന്നുള്ളത് നമുക്ക് വെട്ടിക്കുറയ്ക്കാൻ മേലേ? എത്ര? 2 കൊണ്ട് വെട്ടാം അല്ലേ? ഇത് 4 വരും, ഇതോ 3 വരും. 4ൽ 3 ആണ് ആൻസർ. എങ്ങനെ വരും? അപ്പം 2 4 കൂടെ ഇൻറ്റു ചെയ്ത് താഴെ എഴുതി. ആദ്യം 2 1 കൂടെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 2 ഇൻറ്റു 1 2, 4 ഇൻറ്റു 1 4, എന്നിട്ടോ അത് തമ്മിൽ കൂട്ടണം. 4 2 6, ഈ 8 അതെവിടെ എഴുതി. 8 വെട്ടി കുറയ്ക്കാമല്ലോ. 6 8 കൂടെ 2 കൊണ്ട് വെട്ടാം. അപ്പോൾ 6ൻ്റെ അകത്ത് എത്ര 2 ഉണ്ട്? 3. 8ൻ്റെ അകത്ത് എത്ര 2 ഉണ്ട്? 4. 4ൽ 3 ആണ് ആൻസർ. എളുപ്പമല്ലേ? അപ്പോൾ ഇത് ഛേദം വ്യത്യസ്തമാണെങ്കിൽ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനിയോ ഇത് കണ്ടോ, 2 ഭിന്നസംഖ്യ ആണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ.
ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ക്രോസ് ചെയ്താൽ ഇപ്പുറത്ത് ഒരെണ്ണം മിച്ചം കിടക്കും. 3 ഉണ്ട് കണ്ടോ. 3ൽ 2 അധികം 4 അധികം 6ൽ 5 അങ്ങനെ 3 കിടക്കും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. അത് മായ്ക്കുവാണ്. നോക്കിക്കേ, 3ൽ 2 അധികം 4ൽ 1 അധികം 6ൽ 5 എന്നിങ്ങനെ 2ൽ കൂടുതൽ ഭിന്നസംഖ്യ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ഛേദങ്ങൾ കണ്ടോ, വ്യത്യസ്തമായ ഛേദങ്ങളുള്ള 2ൽ കൂടുതൽ ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതിന് എന്ത് ചെയ്യണം? ഛേദങ്ങളുടെ ലസാഗു കണ്ടോ, ലസാഗു കണ്ട് ക്രിയ ചെയ്യണം. ഈ ലസാഗു കാണുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇത് ലസാഗു കണ്ടു നോക്കാം. നോക്കൂ, 3, 4, 6 ഏതിന്റെ ലസാഗു കണ്ട്? ഛേദങ്ങളുടെ ലസാഗു അല്ലെ. ഇതുണ്ടോ, ഛേദങ്ങളുടെയാണ് ലസാഗു കണ്ടത്. 3, 4, 6 ആണല്ലോ ഛേദം. 3, 4, 6 ഛേദം ലസാഗു കണ്ട എങ്ങനെയാണ്? 3, 4, 6ല് 2 എഴുതാം അല്ലെ. 2, 3 പൂർണ്ണമായിട്ട് ഇറങ്ങില്ല. 3 അതേവിടെ ഇറക്കി എഴുതി. 2, 4ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം. 2, 6ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 3 പ്രാവശ്യം. ഇത്ര എഴുതി. ഇനിയോ 3 എഴുതാം അല്ലെ. 2 അടുത്ത് 3 ഉണ്ടല്ലോ. 3 എഴുതി. 3, 3ൽ ഒരു പ്രാവശ്യം. 2 അതേപടി ഇറക്കി എഴുതി. ഈ 3, 3ൽ ഒരു പ്രാവശ്യം. ഇങ്ങനെ നമ്മൾ ലസാഗു കാണുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ. അപ്പൊ ഇത് നോക്കിക്കേ, ഇനി ഒന്നും എഴുതാൻ പറ്റില്ല. ഇത് തമ്മിൽ എല്ലാം കൂടെ ഇൻറ്റു ചെയ്യണം. 2 × 3 എത്രയാണ്? 6. 6 × 2 12. ഇൻറ്റു ഈ 1 ആണെങ്കിൽ 12 തന്നെയല്ലേ കിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ LCM എത്രയാണ്? 3, 2, 6, 6, 2, 12. 12 LCM അല്ലെ. LCM 12. അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്? വ്യത്യസ്തമായ ഛേദങ്ങളുള്ള 2ൽ കൂടുതൽ ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാൻ എന്ത് ചെയ്യണം? ഛേദങ്ങളുടെ ലസാഗു കണ്ടിട്ട് ക്രിയ ചെയ്യണം. ക്രിയ ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ലസാഗു 12 കിട്ടിയില്ലേ? നോക്കിക്കോ, ഇത് ഇവിടെ മാറ്റിട്ട് നമുക്ക് ചെയ്യാം. സ്ഥലം കിട്ടും. നോക്കിക്കേ, 3ൽ 2. 3ൽ 2 അല്ലേ ആദ്യത്തെ സംഖ്യ. 3ൽ 2 ലസാഗു എത്രയാണ്? 12. അപ്പൊ നമ്മൾ നോക്കേണ്ടത് 3ൽ 2 ആദ്യം എഴുതുന്നു ഇൻറ്റു ഈ ഛേദത്തെ 3നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ ഈ ലസാഗുവായി 12 കിട്ടും? 4 കൊണ്ട് ഗുണിച്ചാൽ അല്ലെ. ആ 4 ഇവിടെ എഴുതണം. അപ്പൊ 4 മുകളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാലേ വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കുള്ളൂ അല്ലെ. 3നെ 4 കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും. അതുകൊണ്ട് ആ 4 തന്നെ മുകളിൽ എഴുതണം. മനസ്സിലായില്ലേ? 3 × 4 12 അല്ലേ. ഛേദം നമുക്ക് തുല്യമാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ലസാഗു കണ്ടത്. 3 × 4 ആ 4 തന്നെ മുകളിൽ എഴുതി. അത് കഴിഞ്ഞാൽ പ്ലസ് ഇടണം. ഈ പ്ലസ്. പിന്നെ നോക്കിയേ, 4ൽ 1 അല്ലേ. 4ൽ 1. ഇനിയോ ഈ 4നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുന്നത്? ലസാഗു കിട്ടുന്നത് 3 കൊണ്ട് ഗുണിച്ചാൽ. അതുകൊണ്ട് മുകളിൽ ഒരു 3 കൊണ്ട് ഗുണിക്കും. പ്ലസ് അടുത്തത് എത്രയാണ്? 6ൽ 5. 6ൽ 5 ഇൻറ്റു ഈ ഛേദം 6നെ 12 ലസാഗു കിട്ടണം എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. മുകളിൽ അതുകൊണ്ട് 2 കൊണ്ട് ഗുണിക്കണം. ഗുണിച്ചില്ലേ? ഇനി നമുക്ക് അതിന്റെ ഉത്തരം എഴുതാം. 4 × 2 എത്രയാണ്? 8 ബൈ 3 × 4 12 പ്ലസ്. ഇനിയോ 1 × 3 3 ബൈ 4 × 3 12 പ്ലസ്. ആ 2 എത്രയാണ്? 10 ബൈ 12. കണ്ടോ, ഇപ്പൊ എങ്ങനെ വന്നു? ഈ രൂപത്തിൽ വന്നില്ലേ? ഛേദം തുല്യമായി വന്നില്ലേ? ഛേദം തുല്യമായി വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച് ആദ്യത്തെ കണക്കിൽ എങ്ങനെ പഠിച്ചേ? ഛേദം തുല്യമായി വന്നാൽ അംശം തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പൊ 8, 3, 11, 10 എത്രയാണ്? 21 അല്ലെ. 21. ഛേദം 3 പ്രാവശ്യം എഴുതണോ? അല്ലെ ഇത് കൂട്ടി എഴുതണോ? വേണ്ട, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. 12ൽ 21. ഇതിനെ വേണമെങ്കിൽ വിഷമ ഭിന്നമാക്കി എഴുതാം. അല്ലെങ്കിൽ ഉണ്ടോ, 21 12 ദശാംശ രൂപത്തിൽ എഴുതാം. അങ്ങനെ ഹരിച്ച് 12 1 12 9 വരും അല്ലെ. ഇങ്ങനെ വേണേൽ എഴുതാം. ഇതെങ്ങനെ എഴുതാം? 1 ആൻസർ എഴുതും. ഛേദം 12 തന്നെ 12ൽ 9 എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലെ. ഇങ്ങനെ എഴുതാം. മിശ്ര ഭിന്നമായിട്ട് എഴുതാം. അപ്പം 12ൽ 21 1 12ൽ 9 അങ്ങനെ ഒരു 12 1 12 20 21 വരും. 12ൽ ഇത് മിശ്രഭിന്നം, ഇത് വിഷമഭിന്നം അല്ലെ. ഇതിനെ വേണമെങ്കിൽ മിശ്രഭിന്നം ആക്കുമ്പോൾ ഇങ്ങനെ വരും. ഇത് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ 12നെ 1 കൊണ്ട് വിളിച്ചിട്ട് 9 കൂട്ടുമ്പോൾ 21 കിട്ടും. അടി 12 തന്നെ എഴുതി. അപ്പൊ അത് അങ്ങനെയാണ്, ഇങ്ങനെ എഴുതാം. ഇത് മിശ്രഭിന്നമായിട്ട്. അപ്പൊ എത്രയാണ്? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് ആൻസർ 3ൽ 2 പ്ലസ് 4ൽ 1 പ്ലസ് 6ൽ 5 എത്ര കിട്ടി? 1 9 അല്ല 12ൽ 9 അല്ലെ. അപ്പൊ ഇത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ 3 സംഖ്യകൾ, 3 ഭിന്നസംഖ്യകൾ കൂട്ടണമെങ്കിൽ ഛേദം വ്യത്യസ്തമാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഇതുപോലെ ലസാഗു കാണണം. ലസാഗു കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഛേദത്തെ
ലസാഗു എത്രയാണോ തുല്യമാക്കണം, ലസാഗുവിന് തുല്യമാക്കണം. അപ്പോൾ ഈ 3നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ ലസാഗു കിട്ടും? 4 കൊണ്ട് ഗുണിച്ചാൽ. അതുകൊണ്ട് തന്നെ മുകളിലും ഗുണിക്കണം അല്ലേ, അല്ലെ വിലയ്ക്ക് വ്യത്യാസം വരും. ഇവിടെ 4നെ 3 കൊണ്ട് ഗുണിച്ചാലല്ല കിട്ടണേ എൽസിയം, അതുകൊണ്ട് മുകളിൽ 3 കൊണ്ട് ഗുണിച്ചു. ഇവിടെ 2 കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും, അതുകൊണ്ട് മുകളിൽ 2 കൊണ്ട് ഗുണിച്ചു. എന്നിട്ട് എഴുതി 4 2 8 3 3 2 10 അല്ലേ, കണ്ടോ 12ൽ 21 കിട്ടി. അത് വിഷമഭിന്നമാണ് എന്ന് വെച്ചാൽ മുകളിൽ വലിയ സംഖ്യയാണ് അതിന് വിഷമഭിന്നം എന്നാണ് പറയുന്നത് അല്ലേ. ഇതിനെ മിശ്രഭിന്നമാക്കണമെങ്കിൽ ഇതിനെ ഹരിച്ചാൽ മതി. ഹരിച്ചിട്ട് ശിഷ്ടം വന്നത് മുകളിൽ എഴുതണം, ഉത്തരം കിട്ടിയത് ഇവിടെ എഴുതണം, എന്നിട്ട് ഛേദം അതുപോലെ തന്നെ എഴുതണം. അതാണ് മിശ്രഭിന്നം. അങ്ങനെ നമുക്ക് അവസാനത്തെ ഉത്തരം എഴുതാം. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് വ്യത്യസ്തമായ ഛേദങ്ങളുള്ള 2ൽ കൂടുതൽ ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതിന് ഛേദങ്ങളുടെ ലസാഗു എൽസിയം കണ്ട് ക്രിയ ചെയ്യുക എന്നാണ് പഠിച്ചത്. അടുത്തതോ മിശ്രഭിന്നങ്ങൾ കൂട്ടുന്നതിന് അവയെ എന്ത് ചെയ്യണം? പൂർണ്ണസംഖ്യകളും സാധാരണ ഭിന്നവുമാക്കി മാറ്റി ക്രിയ ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്തത് ചെയ്യേണ്ടതാണ് മിശ്രഭിന്നങ്ങൾ. മിശ്രഭിന്നങ്ങൾ കൂട്ടുന്നതിന് ആണ് നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത്. നോക്കാം, നമുക്കിത് മാറ്റിട്ട് മിശ്രഭിന്നങ്ങൾ എങ്ങനെ കൂട്ടുന്നതെന്ന് നോക്കാം. ഇതുണ്ടോ, ഇതൊരു മിശ്രഭിന്നം അല്ലേ, 3ഉം 2ൽ 1. എന്താ മിശ്രഭിന്നം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ്? ഒരു പൂർണ്ണസംഖ്യയുണ്ട് 3 എന്ന് പറയുന്നത്, പിന്നെ ഒരു ഭിന്നസംഖ്യയുണ്ട് 2ൽ 1. ഇത് അതുപോലെ അല്ലേ, ഒരു പൂർണ്ണസംഖ്യ 1 ഉണ്ട്, പിന്നെ ഒരു ഭിന്നസംഖ്യയുണ്ട്. ഇവിടെ 2 എന്നുള്ള പൂർണ്ണസംഖ്യയുണ്ട്, 3ൽ 1 ഉണ്ട്. ഇങ്ങനെ വന്നാൽ ഇവ തമ്മിൽ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നോക്കിയേ, മിശ്രഭിന്നങ്ങൾ കൂട്ടുന്നതിന് അവയെ പൂർണ്ണസംഖ്യകളും സാധാരണ ഭിന്നങ്ങളുമായി മാറ്റി ക്രിയ ചെയ്യണം. പൂർണ്ണസംഖ്യകളും സാധാരണ ഭിന്നങ്ങളുമായി മാറ്റണം. അത് പൂർണ്ണസംഖ്യ മാറ്റാം. 3 1 2 ഇവ 3ഉം പൂർണ്ണസംഖ്യകൾ. അപ്പോൾ നോക്കിക്കേ, ഇത് അതിങ്ങോട്ട് മാറ്റി ഈസ് ഈക്വൽ ടു 3 + 1 + 2 ഇത് തമ്മിൽ കൂട്ടണം. 3ഉം 1ഉം 2ഉം ആ പൂർണ്ണസംഖ്യകൾ തമ്മിൽ മാറ്റി ഇങ്ങോട്ട് കൂട്ടി എഴുതാം. 3 4 2 6 അതവിടെ കിടക്കട്ടെ. 6 എന്നുള്ളത് മാറ്റി എഴുതി. ഇനി ഏതൊക്കെയുണ്ട് ബാക്കിയുള്ളത്? 2ൽ 1 + 4ൽ 1 + 3ൽ 1 അത്രയല്ലേ ബാക്കിയുള്ളൂ. പൂർണ്ണസംഖ്യകൾ നമ്മൾ മാറ്റി അവിടെ എഴുതി, അവിടെ ഇരിക്കട്ടെ. ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇതിനി എങ്ങനെയാന്ന് നോക്കിക്കേ, നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ച പോലെ വ്യത്യസ്തങ്ങളായ ഛേദം അല്ലെ, 2ഉം 4ഉം 3ഉം വ്യത്യസ്തമായ ഛേദമാണ്. എന്ത് ചെയ്യണം? ഇവയുടെ ലസാഗു കണ്ടിട്ട് ചെയ്യണം. 2 4 3ന്റെ ലസാഗു എങ്ങനെയാണ്? 2 4 3 എങ്ങനെ എഴുതും? 2 എഴുതാം അല്ലെ. 2 2ൽ ഒരു പ്രാവശ്യം, 2 4ൽ 2 പ്രാവശ്യം, 3ൽ അടങ്ങില്ല, അപ്പൊ 3 അങ്ങനെ എഴുതി. ഇനി എന്ത് എഴുതാം? ഇനി 2 3 എഴുതിയാലും ഇനി ഇല്ലല്ലോ, വേണേ നമുക്ക് ഇങ്ങനെ എഴുതാം. 2 എഴുതിയാൽ 2 2ൽ ഒരു പ്രാവശ്യം, 3 ഇറക്കി എഴുതി. ഇത് മതി. 2 × 2 4, 4 × 3 12 എൽസിയം അല്ലേ. എൽസിയം 12 അത്രയുണ്ട്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു 2ൽ 1 ഇൻറ്റു ഈ 2നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ എൽസിയമായ 12 കിട്ടും നോക്കണം. എത്ര കൊണ്ട് ഗുണിച്ചാൽ കിട്ടും? 6 കൊണ്ട് ഗുണിച്ചാൽ. അത് തന്നെ മുകളിൽ 6 ഗുണിക്കണം അല്ലേ. 6 കൊണ്ട് ഗുണിച്ചു. പ്ലസ് 4ൽ 1, 4നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും? 3 കൊണ്ട്. അതുകൊണ്ട് മുകളിൽ 3 കൊണ്ട് ഗുണിച്ചു. പ്ലസ് 3ൽ 1, 3നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും? 4 കൊണ്ട്. ആ 4 കൊണ്ട് തന്നെ 3ലും ഗുണിച്ചു, മുകളിലും ഗുണിച്ചു. ഇനി നമുക്ക് ഉത്തരം എഴുതാം. അപ്പൊ എങ്ങനെ എഴുതും? 6 × 1 6 പ്ലസ് 3 × 1 3 പ്ലസ് 4 × 1 4 ബൈ 12 പ്രാവശ്യം ചെയ്തേ പോരെ. 6 × 2 12 4 × 3 12 3 × 4 12 അപ്പൊ 12 ഒരു പ്രാവശ്യം എഴുതി. ഇനിയോ ഇതെല്ലാം കൂടെ കൂട്ടണം. 6 3 9 9 4 13 ബൈ 12 എന്നുള്ളത് ഇത് വിഷമഭിന്നമല്ലേ, അതിനെ നമുക്ക് മിശ്രഭിന്നം ആക്കണ്ടേ. ഈ രീതിയിൽ ആക്കണം. എങ്ങനെ ആക്കും? 13 ഭാഗം 12 അല്ലേ. 12 13 ഒരു പ്രാവശ്യം, 1 × 12 റിമൈൻഡർ 1 വന്നു. അങ്ങനെ ഉത്തരം എഴുതും. 1ഉം ഈ ഉത്തരം കിട്ടിയത് 1 ഇങ്ങനെ പൂർണ്ണസംഖ്യയായിട്ട് എഴുതണം. ശിഷ്ടം കിട്ടിയത് മുകളിൽ എഴുതണം. ഇനിയോ ഛേദം അതേപടി എഴുതണം. 1ഉം 12ൽ 1 നമുക്ക് ഉത്തരം കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഒരു 6 ഇവിടെ കിടപ്പുണ്ടായിരുന്നു അല്ലേ. നമ്മൾ എഴുതിയ 6 ഇവിടെ ഉണ്ട്. 6 എന്ത് ചെയ്യണം? ഇതിന് കൂടുതൽ പ്ലസ് 6. അപ്പൊ എങ്ങനെ എഴുതും? ഈ 6ഉം ഈ 1ഉം കൂടെ കൂട്ടണം. എത്രയാണ്? 7 ഈസ് ഈക്വൽ ടു 7 എന്ന് എഴുതി. പിന്നെയോ ഈ 12ൽ 1 അതേപടി എഴുതി. ഉണ്ടോ? ഇതാണ് ആൻസർ. അപ്പം ഈ 6 ലാസ്റ്റ് ഈ പൂർണ്ണസംഖ്യയുടെ കൂടെ കൂട്ടുക വേണ്ട. 6 1 7 എന്ന് എഴുതണം. പിന്നെ ഈ 12ൽ 1 അതേപടി എഴുതി. അപ്പൊ ഉത്തരം എത്രയുണ്ട്? 7ഉം 12ൽ 1 3ഉം 2ൽ 1 പ്ലസ് 1 4ൽ 1 പ്ലസ്
2 3 നിന്നുള്ളതിൻ്റെ ഉത്തരം 7 12 അപ്പോൾ ഇനി വേറൊരു സംഖ്യ നോക്കാം. 8 6 5 പ്ലസ് 2 4 3 പ്ലസ് 4 3 2. ഇത് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം എന്ത് ചെയ്യണം? എണ്ണൽ സംഖ്യകൾ മാറ്റി പൂർണ്ണസംഖ്യകൾ മാറ്റി എഴുതണം. 8 പ്ലസ് 2 പ്ലസ് 4 അതെ 8 പ്ലസ് 2 പ്ലസ് 4 എത്രയാണ്? 8 2 10 4 14. അതവിടെ മാറ്റി എഴുതിയിരുന്നു കൂട്ടി. ഇനി ഏതൊക്കെയാണുള്ളത്? 6ൽ 5 6ൽ 5 പ്ലസ് 4ൽ 3 4ൽ 3 പ്ലസ് 3ൽ 2 അല്ലേ? ഇങ്ങനെ എഴുതി. ഇതിൻ്റെ ഛേദം വ്യത്യസ്തമല്ലേ? അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യണം? എൽസിയം കാണണം. 6 4 3 ഇതിൻ്റെ എൽസിയം എങ്ങനെ കാണും? 2 എഴുതാം അല്ലേ? 2 6ൽ 3 പ്രാവശ്യം 4 2 പ്രാവശ്യം 3 അതേപടി ഇറക്കി എഴുതി. ഇനി 3 എഴുതാലോ? 3 എഴുതി. 3 3ൽ 1 പ്രാവശ്യം 2 അതേപടി ഇറക്കി എഴുതി. 3 3ൽ 1 പ്രാവശ്യം. ഇനിയോ ഇൻറ്റു ചെയ്യണം. 3 2 6 6 2 12. എൽസിയം എത്രയാണ്? 12. ഇനിയോ ഇനി നമുക്ക് 6ൽ 5 ഇൻറ്റു 6നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും? 2 കൊണ്ട് ഗുണിച്ചാൽ. അപ്പം മുകളിലും 2 കൊണ്ട് ഗുണിക്കണം. പ്ലസ് 4ൽ 3 4നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും? 3 കൊണ്ട് ഗുണിച്ചാൽ. അപ്പം മുകളിലും 3 കൊണ്ട് ഗുണിച്ചു. ഇനിയോ 3ൽ 2 ഈ 3നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ ഈ 12 കിട്ടും? 4 കൊണ്ട് ഗുണിച്ചാൽ. അപ്പം മുകളിലും 4 കൊണ്ട് ഗുണിക്കണം. ഇങ്ങനെ വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ മുകളിൽ നമ്മൾ ഇൻറ്റു ചെയ്ത് താഴെ എൽസിയം കിട്ടുന്ന രീതിയിൽ ഗുണിക്കണം. അപ്പോൾ എത്ര കിട്ടും? താഴെ ഒരു പ്രാവശ്യം 12 എഴുതുന്നു. മുകളിൽ 5 2 10 പ്ലസ് 3 3 9 പ്ലസ് 4 2 8 ഈസ് ഈക്വൽ ടു 19 8 എത്രയാണ്? 27/12. ഇതിനെ ഇനി വിഷമഭിന്നമാക്കണ്ടേ? സോറി, ഇത് വിഷമഭിന്നമാണ്. മിശ്രഭിന്നമാക്കണം. എങ്ങനെ ആക്കും? 27/12 12 2 24 3 ഇറക്കി എഴുതി. 3 ശിഷ്ടം വന്നു അല്ലേ? അപ്പോൾ എത്രയാണ്? എത്രയാ? 2 ആൻസർ കിട്ടിയത് ഇവിടെ എഴുതണം അല്ലേ? പിന്നെയോ റിമൈൻഡർ മുകളിൽ എഴുതണം. അടിയിൽ ഈ 12 തന്നെ എഴുതണം. 2ഉം 12ൽ 3 കിട്ടി. ഇനിയോ ഇവിടെ ഒരു 14 നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? 14 എഴുതി വെച്ചിട്ടില്ലേ? അപ്പോൾ എങ്ങനെ എഴുതും? 14ഉം ഈ 2ഉം കൂടെ കൂട്ടണം. എത്രയാണ്? 16. ഈ 14 ഈ 2ഉം കൂടെ കൂട്ടണം. എന്നിട്ട് ഈ 12ൽ 3 ആൻസറായി. ഇത് കണ്ടോ? ഇതാണ് ആൻസർ എന്ന് പറഞ്ഞല്ലോ. 16ഉം 12ൽ 3 എന്നുള്ള ഈ 3 കൊണ്ട് 2നെയും വെട്ടാം അല്ലേ? കട്ട് ചെയ്യാം. അപ്പോൾ എത്ര വരും? 3 3ൽ 1 പ്രാവശ്യം 12ലോ 4 പ്രാവശ്യം. അപ്പോൾ ഈ ലാസ്റ്റ് ആൻസർ എത്രയാണ്? 16ഉം 4ൽ 1 എന്ന് ഫൈനലായിട്ട് നമുക്ക് ആൻസർ എഴുതാം. 16 4ൽ 1 ആൻസർ. 8ഉം 6ൽ 5 പ്ലസ് 2 4 3 പ്ലസ് 4 3ൽ 2 എന്നുള്ളതിൻ്റെ ഉത്തരം. അപ്പോൾ ഈ സാധാരണ ഭിന്നം മുതൽ ഇതുണ്ടോ വ്യത്യസ്തമായ 2 ഛേദങ്ങളുള്ള 2ൽ കൂടുതൽ ഭിന്നസംഖ്യകൾ കൂട്ടുന്നതിനും മിശ്രഭിന്നങ്ങൾ കൂട്ടുന്നതിനും ഒക്കെ നമ്മൾ ഇന്ന് പഠിച്ചു. ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്ത് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഈ ഭിന്നസംഖ്യകളുടെ കൂടുതൽ ഗുണനം, ഹരണം, വ്യവകലനം എല്ലാം ഉണ്ട്. അത് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.